വീട്ടിലൊരു AC ഒക്കെ വാങ്ങിച്ചോക്കിയാലോ? ഞാൻ AC വാങ്ങിച്ചു വെക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞ ദിവസം റെഡി ക്യാഷിന് AC വാങ്ങിച്ചു വെക്കാം. ഈ ഒരു മാസം ഫുൾ ഇപ്പൊ എന്നോട് ഇന്ന് മാനേജർ കരിഷ്മ വെച്ചിട്ട് 27 ഫ്രീ ആണ്. നമ്മളല്ല പ്രതീഷിന്റെ എന്റെയും ദാസന്റെ ആൽബം ഉണ്ടെന്ന് പറഞ്ഞു. 28 പിടിക്കാതെ 28 ഉണ്ടോ? ഞാൻ പറഞ്ഞു 28 ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ട്, അന്ന് അതിന് പിടിക്കാതെ അടുത്ത ഈ മാസം 28-ാം തീയതിയിലും ഫ്രീ ഉണ്ടല്ലോ. ഉണ്ടെങ്കിൽ നല്ല കാര്യമാണ്. കാരണം ഞാൻ ഭയങ്കര ബിസിയാണെന്ന്. ഈ കേരളത്തിൽ ആർക്കും ഇതുപോലത്തെ ബിസി കാണത്തില്ല. കേരളത്തിൽ മാത്രമല്ല, അങ്ങ് ഇന്ത്യ വിട്ടാൽ ലോകത്ത് അവിടെ ആർക്കും ഇതുപോലെ ഒരു ബിസിയുള്ള ഒരാളെ കാണാനായിട്ട് സാധിക്കത്തില്ല. അത്രമാത്രം ബിസിയാണ്. ബിസിയും കാശും ഇഷ്ടം പോലുണ്ട്. പക്ഷെങ്കിൽ കടം മേടിച്ചവരുടെ കടം ഇതുവരെയായിട്ട് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അതിനുള്ള പൈസ ഇല്ല. വാടക വീട്ടിൽ കിടന്ന് വാടക പോലും കൊടുക്കാതെ ഇറങ്ങി തിരിച്ച ആൾക്ക് വാടകയുടെ ബാക്കിയുള്ള പൈസ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഇനി 13,000 രൂപയുടെ ബാക്കി കൊടുക്കാനുണ്ട്. അത് മാത്രമല്ല, അവരുടെ ആ വാടകയ്ക്ക് കിടന്നവരുടെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് വരെ നിറച്ചിട്ട് ഇറങ്ങി വന്നവർക്ക് ആ വീടിന്റെ വാടക കൊടുക്കാനായിട്ട് പറ്റത്തില്ല. എന്തോ തള്ളലാണ്. എന്തായാലും രേണുവിന്റെ തള്ളല് നിങ്ങൾ കുറച്ച് കേക്ക്. അത് മാത്രമല്ല, രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചില ആൾക്കാരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ ചിലപ്പോൾ കൂളി ഗ്ലാസ് ഒക്കെ വെക്കും കേട്ടോ. കാരണം രേണുവിന് മാത്രമല്ലല്ലോ ഈ പറയുന്ന കൂളി ഗ്ലാസ് ഉള്ളത്, നമുക്കും ഉണ്ടല്ലോ. അത് കാണണ്ടേ എല്ലാവരും. അപ്പൊ പിന്നെ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, ആദ്യം തന്നെ രേണു ചേച്ചി പറയുന്ന ഒരു കാര്യം, അതായത് സത്യം വെളിയിലേക്ക് വരുന്ന ആദ്യത്തെ കാര്യം നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതായത് പുള്ളിക്കാരി പറയുന്നത് AC യുടെ കാര്യമാണ്. AC മേടിക്കാനായിട്ട് ഈ രേണുവിന്റെ കയ്യിൽ റെഡി കാശുണ്ട്. എന്നിട്ട് അവിടെ അത് സത്യം ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് കണ്ടപ്പോൾ അവിടെ അവരൊരു എന്താ പറയാ ഒരു ഡ്രാമ കളിക്കുന്നതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് കണ്ടു നോക്കുക. വീട്ടിലൊരു AC ഒക്കെ വാങ്ങിച്ചോക്കിയാലോ? ഞാൻ AC വാങ്ങിച്ചു വെക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞ ദിവസം റെഡി ക്യാഷിന് AC വാങ്ങിച്ചു വെക്കാൻ പോയതാ. പക്ഷെ പപ്പ വാങ്ങിപ്പിച്ചത് ഓടിച്ചു. റെഡി കാശിന് AC മേടിക്കാനായിട്ട് പോയതാണ്. പക്ഷെ പപ്പ എന്നെ ഓടിച്ചു. കാരണം തങ്കച്ചൻ ഓടിച്ചു. തങ്കച്ചൻ പറയുന്നത് AC ഒന്നും വേണ്ട, നീ ഫാനിന്റെ കീഴിൽ കിടന്നാൽ മതി മോളെ. കാരണം നീ ഇടുക്കിയില് അവിടെ നീ കിടന്നത് ഏലത്തോട്ടത്തിന്റെ അടിയിലും പിന്നെ അതുപോലെ തന്നെ തേയില തോട്ടത്തിലൊക്കെ അല്ലേ. അവിടെയൊക്കെ നീ വെറും പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള കാറ്റ് കൊണ്ടല്ലേ മോളെ വളർന്നേ എന്നായിരിക്കും തങ്കച്ചൻ പറഞ്ഞത്. എന്നാൽ മോക്കിപ്പോ AC പറ്റൂ. പലയിടത്ത് ചെന്നാലും ഇപ്പം മറ്റേ സാധാരണ ഫാനൊന്നും പറ്റില്ല. ഇപ്പൊ AC പറ്റൂ. അതുകൊണ്ട് മോള് റെഡി കാശിന് AC മേടിക്കാൻ പോയപ്പോ തങ്കച്ചൻ അവിടുന്ന് ഓടിച്ചു എന്നാണ് മോള് പറയുന്നത്. ഓക്കെ, ബാക്കി കേട്ടോ നോക്ക്. കയ്യിൽ നിന്ന് പോയി കേട്ടോ. കയ്യിൽ നിന്ന് പോയപ്പോൾ പുള്ളിക്കാരി കാര്യം മാറ്റുകയാണ്. റെഡി കാശ് അല്ല കേട്ടോ, EMI ആണെന്ന്. കേട്ടല്ലോ. ഇതുപോലെ തന്നെ പുള്ളിക്കാരിയുടെ നല്ല കാശുണ്ട്, അധ്വാനിച്ച് മേടിച്ചു, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അധ്വാനിക്കുന്നു, കാശുണ്ടാക്കുന്നു, എല്ലാം ഉണ്ടാക്കുന്നു. പക്ഷേ ഇതുവരെ മേടിച്ചവരുടെ പൈസ ഒക്കെ ഒന്ന് തിരിച്ചു കൊടുക്കുക. അത് ആദ്യം ഒന്ന് ചെയ്യും. ആരുടെയും കൊടുത്തില്ലല്ലോ, വാടകയ്ക്ക് താമസിച്ച ബേബിച്ചാന്റെ പൈസ കൊടുക്കുക. ആ പാവം പിടിച്ച മനുഷ്യൻ മരുന്ന് മേടിക്കാൻ ഇന്നും ബുദ്ധിമുട്ടുകയാണ്. അദ്ദേഹത്തിന്റെ പൈസ കൊണ്ട് കൊടുക്കാതെ അദ്ദേഹത്തെ തെറി വിളിക്കുന്നു. എത്രയോ ആൾക്കാർ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടെന്നറിയാമോ? ഇവർ പൈസ കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റ് സഹിതം നമുക്ക് ഇട്ടു തരുന്നുണ്ട്. എന്നിട്ട് പോലും അവരുടെ ഒന്നും പൈസ കൊടുക്കാതെ ഇതുപോലെ ഇരുന്ന് വാചടിക്കുക. AC മേടിക്കാൻ വേണ്ടി റെഡി കാശ് കൊടുത്ത് മേടിക്കാൻ പോയപ്പോ തങ്കച്ചൻ ഓടിച്ചു. എന്നിട്ട് പിന്നെ കയ്യിൽ നിന്ന് പോയെന്ന് കണ്ടപ്പോ പറയുകയാണ് EMI എന്ന്. ആരെ പൊട്ടന്മാരാക്കുന്നത്? പ്രേക്ഷകരെയോ? ഇതിന്റെ കമന്റ് ബോക്സിൽ കുറച്ച് പേരൊക്കെ വന്ന് പറയുന്നുണ്ട് രേണുവിന്റെ കോമഡി എന്ന്. ഇത് കോമഡി ഒന്നുമല്ല. രേണുവിന് അറിയാം ഞാൻ പറയുന്നത് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ, കാശുണ്ടെന്ന് പ്രേക്ഷകർ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വരുന്ന വരവ് നിന്നുപോകും. അതുകൊണ്ട് തന്നെ EMIക്കാന്ന് പറഞ്ഞില്ല എങ്കിൽ അവിടെ എൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്നും എനിക്ക് വരുന്ന ഫണ്ട് നിന്നു പോകുമെന്നും അവർക്കറിയാം. കാരണം യൂറോപ്പിൽ നിന്നും ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത് നിന്നുപോകും. അത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് അവർ ആ ഒരു അടി അടിച്ചത്. അത് പ്രേക്ഷകർ ഇവരെ പൊക്കിക്കൊണ്ട് നടക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സമയം വരുമ്പോഴേ നിങ്ങളത് മനസ്സിലാക്കത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത പുള്ളിക്കാരി പറയാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. ഇനിയും പിന്നെ കേരളത്തെ ഞെട്ടിക്കുന്ന രീതിയിൽ അടുത്തൊരു വീഡിയോ വരുന്നുണ്ടെന്ന്. അത് ആരുമായിട്ടാണെന്നറിയാമോ? 3 നായകന്മാർക്ക് ഒരു നായിക എന്ന രീതിയിലാണ് പുള്ളിക്കാരി പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും അതൊന്ന് കേട്ടു നോക്കി. അതിനകത്ത് കുറച്ച് കാര്യമുണ്ട്. ആൽബം വരുന്നുണ്ട്. ഇത് ഈ കോംബോയാണ്. ദാസേട്ടനും ഞാനും പിന്നെ അടുത്ത് നമ്മുടെ പ്രതീക്ഷയും ഉണ്ട്, അക്ഷയും ഉണ്ട്. ഈ മൂന്ന് നായകന്മാർക്ക് ഒരു നായികയാണ്. എന്താ ചെയ്യാ? ഈ നാട്ടിൽ വേറെ നായികമാരൊന്നുമില്ല. ഈ 3 നായകന്മാർ കൂടി ഈ ഒരു നായികയേ ഉള്ളൂ. ആ നായിക ആരാണ്? ഈ രേണുചുരി നിക്കർ വിധവ. ഈ പുള്ളിക്കാരിയാണ് നായിക. ഈ 3 നായകന്മാർ കൂടെ ഒരു നായിക.
അതും ആ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് പ്രേമ ഇത് തന്നെയാണ്, പ്രേമ ആൽബം തന്നെയാണ്. പക്ഷെ മറ്റതിന്റെ കൂട്ടം റൊമാൻറ്റിക് ഒന്നും ഇല്ലെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ആ റൊമാൻറ്റിക് സീൻ ഇല്ലാത്തത് പുള്ളിക്കാരിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ ആ ഒരു ആൽബത്തിൽ ആ റൊമാൻറ്റിക് സീനിങ് വെക്കാതിരിക്കത്തില്ല. കാരണം കേരളം ഞെട്ടിക്കണമല്ലോ, കേരളത്തെ എന്തുവാ പറയുന്നത്, അങ്ങ് 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 കത്തിക്കണ്ടേ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി അത് വെക്കും. അതില്ലെങ്കിൽ പിന്നെ രേണു ഇല്ല എന്നാണ് രേണുവിന്റെ കൂട്ടുകാർ പറയുന്നത്. അത് നമുക്ക് ഉടനെ വരുന്നുണ്ട് അല്ലേ? ഒന്നും ആയിട്ടില്ല. ഇങ്ങനെ ചർച്ച നടക്കുന്നതേ ഉള്ളൂ. കൺഫർമേഷൻ ഉടനെ ലഭിക്കും. എനിക്ക് തോന്നുന്ന ഈ മാസം അവസാനം തന്നെ ഷൂട്ട് തുടങ്ങുമ്പോൾ എന്തായാലും നല്ലൊരു സ്റ്റോറി ആയിരിക്കും. ലവ് സ്റ്റോറി തന്നെ ആയിരിക്കും എന്നാണ് ഡയറക്ടറിന്റെ ഒരു ഇതെന്ന് അറിയാൻ പറ്റിയത്. മന്ദാര ചേല് ജനങ്ങൾ രണ്ടു കൈ നീട്ടി സ്വീകരിച്ച ജനങ്ങൾ ഈ ഒരു ആൽബവും ഞങ്ങളുടെ അടുത്ത് വരുന്ന ആൽബവും 2-4 കൈ നീട്ടി സ്വീകരിക്കും തന്നെ എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഒത്തിരി സന്തോഷം. മന്ദാരച്ചേലയോ ആ സീരിയലിൽ നിന്നും ആൾക്കാർ ഇരുകൈ നീട്ടിയൊന്നും സ്വീകരിച്ചില്ല. അതൊക്കെ എടുത്ത് പാട്ടക്കോട്ടയ്ക്ക് അത് കളഞ്ഞിട്ടുണ്ട് ആൾക്കാർ, അത് ചവറ്റുകോട്ടയ്ക്ക് അത് എറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പുള്ളിക്കാരി പറയാ ഇരുകൈ നീട്ടി സ്വീകരിച്ചു പോലും. ഇനി അടുത്തത് ഇറക്ക്, അതും ഇരുകൈ നീട്ടി സ്വീകരിക്കും. എന്തായാലും നെഗറ്റീവ് പറഞ്ഞിട്ടായാലും റീച്ച് ഉണ്ടാക്കണം. എന്ത് കാണിച്ചാലും റീച്ച് വേണം, കാശ് വേണം. അതേ ഉള്ളൂ ഇവരുടെ ലക്ഷ്യം. അടുത്തൊരു വീഡിയോ നിങ്ങളൊന്ന് കണ്ട്. ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഫോട്ടോ ഒരു ആരാധകർ വരച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞു. ആ വരച്ചു കൊടുത്ത ഫോട്ടോയെ നോക്കിക്കൊണ്ട് പുള്ളിക്കാരി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കി. ഇത് സത്യമണി ഈ ഫോട്ടോ എന്താണെന്ന് അറിയുമോ? ഇല്ല, ഞങ്ങൾക്ക് അറിയത്തില്ല. പറഞ്ഞേ കേക്കട്ടെ ഞങ്ങള്. ബഹ്റൈനില് ഞാൻ ആദ്യമായിട്ട് പോയില്ലേ എന്റെ ബാച്ചിലേഴ്സിന്റെ ഇനോഗ്രേഷൻ. സോ ഓർമ്മയില്ല ബാച്ചിലേഴ്സ്, സുവിനും അവരുടെയൊക്കെ സുവിന്റെ ഒക്കെ പോയപ്പോഴത്തേന് അന്ന് എനിക്ക് സുവിൻ തന്ന ആ ഒരു പുഷ്പമാണിത്. പുഷ്പം പോലും പുഷ്പം. എന്റെ ദൈവമേ, മലയാള ഭാഷയിൽ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് പുള്ളിക്കാരിക്ക്. പുഷ്പം, ഒരു പുഷ്പം മാത്രമേ. പോട്ടെ, ബാക്കി. ഗസ്റ്റ് ആയിട്ട് ഞാൻ എയർപോർട്ടിൽ വെച്ച് കണ്ണാടി ഉണ്ടോ, എയർപോർട്ടിൽ വെച്ചുള്ള കണ്ണാടിയല്ല കുഞ്ഞെ, കണ്ണടയാണ്. കണ്ണാടി എന്ന് പറഞ്ഞ മുഖം നോക്കുന്ന സാധനമല്ലേ, ഇത് കണ്ണടയല്ലേ, കണ്ണട. ഓക്കെ, അതും ജസ്റ്റ് ബൈ മിസ്റ്റേക്ക് പറഞ്ഞതായിരിക്കും. പോട്ടെ. എയർപോർട്ടിൽ വെച്ചിട്ട് എനിക്ക് സമ്മാനിച്ചതാണ് ഇത്, ഈ പുഷ്പം. അപ്പൊ ആ ഒരു പിക്കാണ് കറക്റ്റ് എന്റെ മറുക് വരെ ഇട്ടിട്ടുണ്ട്. അവിടെ മറുക് വരെ വരച്ചിട്ടുണ്ട് അവര്. ഈ ഫോട്ടോയെ കുറിച്ച് പുള്ളിക്കാരി പറയുന്നത് അറിയാമോ എന്താണെന്ന്? ഈ പുള്ളിക്കാരി പറയുന്നത് നെഗറ്റീവിന്റെ മുമ്പിലും ചിരിയോടിരിക്കുന്ന രേണുസുതി എന്നാണ് പുള്ളിക്കാരി ആ ഫോട്ടോയ്ക്ക് വെച്ചിരിക്കുന്ന ആ ഒരു ഒരു ഹെഡ്ലൈൻ. സമ്മതിക്കണം അല്ലേ? ആ കൊള്ളാം. പിന്നെ ഇനി അടുത്തതാണ് നമ്മൾ കൂളിംഗ് ഗ്ലാസ് വെച്ച് പറയാൻ പോകുന്നത്. ചേച്ചിക്ക് മാത്രം കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ പോരല്ലോ, നമുക്കും വെക്കാമല്ലോ. അപ്പൊ ചേച്ചി പറഞ്ഞിട്ട് ഡേറ്റ് ഇല്ലെന്നാ പുള്ളിക്കാരി പറയുന്നത്. അപ്പൊ പിന്നെ പറഞ്ഞോട്ടെ. ഈ ഒരു മാസം ഫുൾ ഇപ്പൊ എന്നോട് ഇന്ന് മാനേജർ കരിഷ്മ വെച്ചിട്ട് 27 ഫ്രീ ആണ്. നമ്മളല്ല പ്രതീഷിന്റെ എന്റെയും ദാസന്റെ ആൽബം ഉണ്ടെന്ന് പറഞ്ഞു. 28 പിടിക്കാതെ 28 ഉണ്ടോ? ഞാൻ പറഞ്ഞു 28 ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ട്, അന്ന് അതിന് പിടിക്കാതെ. 28 പിടിക്കാൻ മതി കേട്ടോ. ഒരു ദിവസമെങ്കിലും ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് തന്നെ സമാധാനമായി. ഇല്ലായിരുന്നു എന്ത് ചെയ്തേനേന്നേ, വലിയ കഷ്ടമായി പോയേനേന്ന്. നിങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആരാധകർക്ക് അത് വലിയൊരു വിഷമമായി പോയേനേന്നേ. ഒരു ദിവസം എന്തായാലും ഉണ്ട്, കരിഷ്മ പറഞ്ഞു ഒരു ദിവസം ഉണ്ടെന്ന്. അയ്യോ, ഇല്ലായിരുന്നു എന്തായിരുന്നു. ഇനി മറ്റേ റാസൽ ഖൈമയിൽ പോയിട്ട് പുള്ളിക്കാരി സെൽഫി എടുത്ത് ആരാധകർക്ക് അയച്ചു തരുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അത് തന്നെ വേണോ? ഈ ആരാധകരെ നിങ്ങൾക്ക് അത് തന്നെ വേണം. നിങ്ങൾക്ക് പുള്ളിക്കാരി ഫോട്ടോ അയച്ചു തരുമെന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അത് കേട്ടു നോക്കി. തീർച്ചയായിട്ടും ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. തീർച്ചയായിട്ടും എന്റെ നാട്ടിലെ ആരാധക വൃന്ദങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോയും വീഡിയോ അയച്ചു തരുന്നതായിരിക്കും. ആരാധക വൃന്ദങ്ങൾക്ക് വേണ്ടി ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ അയച്ചു തരുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത് തന്നെ വേണം. നിങ്ങൾക്ക് അത് കിട്ടിയേ പറ്റുമെങ്കിൽ അത് പുള്ളിക്കാരി അയച്ചു തരും. ഫോട്ടോ അത് കൃത്യമാണ്. പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് പേടിക്കണ്ട. ഇത് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ പേടിക്കണ്ട, പുള്ളിക്കാരി തന്നിരിക്കും. എന്തായാലും റാസൽ കൈമയിൽ പോകുന്ന ആ കാര്യത്തെക്കുറിച്ച് പുള്ളിക്കാരി വീണ്ടും കാര്യം പറയുന്നുണ്ട്. അതോടെ കേട്ടു നോക്കി. എന്താ അഹങ്കാരം! ഇങ്ങനെ അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കുമെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടേ ഉള്ളായിരിക്കും. കണ്ടു നോക്കണമെങ്കിൽ ദാ ഇങ്ങോട്ട് നോക്കിയാൽ മതി. കണ്ടു നോക്കും. വലിയ വീട്ടിലേക്കാണ് പോകുന്നത്. സോ ഭയങ്കര സന്തോഷം. അതായത് എനിക്കൊന്ന് 16 ദിവസം ഞാൻ അവിടെ 20 ദിവസം പറഞ്ഞെങ്കിൽ എനിക്ക് സമയമില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഭയങ്കര റാസൽ കൈമയിലെ വലിയ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് സമയമില്ല. ഞാൻ വലിയ സെലിബ്രിറ്റി അല്ല. ഇത്ര വലിയ സെലിബ്രിറ്റി ആയ എനിക്ക് ഒട്ടും സമയമില്ല. എങ്കിലും 13 ദിവസത്തേന് ഞാൻ പോകുന്നത്. പോയതിനു ശേഷം ഞാൻ പെട്ടെന്ന് തിരിച്ചു വരുന്നു.
ഇനി ഇനി ഇതിന്റെ ആ സംസാരയുടെ ആ ട്യൂണൂടെ ഒന്ന് മാറ്റണം, എന്നാലേ അതൊരു സെറ്റ് ആവത്തുള്ളൂ, എന്നാലേ അഹങ്കാരം തലയ്ക്ക് പിടിച്ചെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കത്തുള്ളൂ. ഇപ്പോഴും പ്രേക്ഷകർക്കറിയാം എന്തായാലും അഹങ്കാരം തലയ്ക്ക് പിടിച്ചാണെന്നും 4 കാശ് കണ്ടപ്പോൾ ഈ 4 പുത്തം കാണുമ്പോൾ ഇളക്കം ഉണ്ടാവും എന്നൊക്കെ പറയത്തില്ലേ, പണ്ടുള്ളവർ പറയും. പണ്ടുള്ളവരുടെ കയ്യിൽ കിടുക്കം പഴഞ്ചൊല്ലുകളുണ്ട്, അവരൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല കാച്ചു കാച്ചു. അതുപോലത്തെ പഴഞ്ചൊല്ല് അവരുടെ കയ്യിലുണ്ട്. ഓക്കെ, ബാക്കി പറ. സെലിബ്രേറ്റ് ചെയ്യാന്നറിയാലോ, 16 മാർച്ച് 16 പോവായിരുന്നു. ഡിസൈൻ കാര്യങ്ങളൊക്കെ വരാനുള്ള എന്തൊക്കെ ഇനി കാണണം, എന്തൊക്കെ കേൾക്കണം. എന്തായാലും നല്ല കാര്യം തന്നെയാണ്. ഇനി ഈ പുള്ളിക്കാരി വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ അടുത്ത് വെച്ചെടുക്കല് കേട്ടോ. അടുത്ത് വെച്ചെടുത്തു കഴിഞ്ഞാൽ എന്നെ കാണാൻ ഒട്ടും ഭംഗിയില്ല, അല്ലെങ്കിൽ ദൂരെ വെച്ചെടുത്താൽ മാത്രമേ ഇനി എൻ്റെ ആ ഗ്ലാമർ കറക്റ്റായിട്ട് കാണത്തുള്ളൂ എന്ന രീതിയിലാണ് പുള്ളിക്കാരിയുടെ ഒരു വാദം. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. എനിക്ക് ചിലപ്പം അടുത്ത് വെച്ചെടുത്താൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും പുള്ളിക്കാരിയുടെ പറച്ചിലതാണ് അടുത്ത് വെച്ചെടുത്തേക്കരുത്, ദൂരെ വെച്ചെടുത്തോണം എന്നുള്ളത്. അതൊന്നും കേട്ടു. ആണോ? താങ്ക് യു സോ മച്ച്. ഷൂട്ടൊക്കെ കഴിഞ്ഞു അല്ലേ? ഷൂട്ടല്ല, സോറി, പ്രോഗ്രാം, അമ്പലത്തിലെ പ്രോഗ്രാം ആയിരുന്നു അല്ലേ? അടുത്ത് വെച്ചെടുക്കല് സൂപ്പർ പ്രോഗ്രാം. എന്നെ ചതിക്കരുത്, അടുത്ത് വെച്ചെടുക്കരുത് കേട്ടോ, ഭംഗി കാണത്തില്ല. ദൂരെ വെച്ചെടുത്താൽ മാത്രമേ ഭംഗി കിട്ടൂ. എന്നെ ചതിക്കരുതെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഇതിലെന്ത് ചതിയാണെന്നൊന്നും പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും പുള്ളിക്കാരിയുടെ ഗ്ലാമർ ദൂരെ വെച്ചെടുത്താലേ അത് കറക്റ്റായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണത്തുള്ളായിരിക്കും. അതുകൊണ്ടായിരിക്കണം. എന്തായാലും കൊള്ളാം, ദൂരെ നിന്ന് തന്നെ പിടിക്കടോ എന്ന് അവരോട് തന്നെ പറയുക. ഓക്കെ, എന്തായാലും ഈ പുള്ളിക്കാരിയുടെ കൂട്ടുകാരി കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ആ പോസ്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് അനുമോള്, ബിഗ് ബോസിൽ വിന്നറായ അനുമോള്, അതോടൊപ്പം തന്നെ അനീഷ്, ഇവർക്കൊന്നും ഇല്ലാത്ത ഒരു എന്താ പറയുക എന്തോ ഒന്ന് ഉണ്ട് എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അത് മറ്റാരുമല്ല, പുള്ളിക്കാരിയുടെ അടുത്ത കൂട്ടുകാരിയായിട്ടുള്ള സജീനയുടെ കൂട്ടുകാരിയായിട്ടുള്ള ശ്രീതു എന്ന് പറയുന്ന പുള്ളിക്കാരി പറയുകയാണ്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കിയാൽ പുള്ളിക്കാരി പറയുന്നത്. പുള്ളിക്കാരി നോട്ടായിട്ട് എഴുതിയിരിക്കുകയാണ്, അത് ഞാൻ ഒന്ന് വായിക്കാം. ചോദിക്കാതിരിക്കാൻ വയ്യ, ബിഗ് ബോസ് വിന്നർ അനുമോള്, റണ്ണറപ്പ് അനീഷ്, ഇവർക്കൊന്നും കിട്ടാത്ത അവസരങ്ങൾ രേണുവിനെ തേടി എത്തുന്നു. എന്നും ഷൂട്ടിങ്, എന്നും ഇനോഗ്രേഷൻ വർക്ക്. അനുമോളെയും ബാക്കി മത്സരാർത്ഥികളെയും കാണാനേ ഇല്ല. അടുത്തത്, ബിഗ് ബോസിൽ ഒരു കണ്ടന്റും കൊടുക്കാതെ രേണുസുതി ഇപ്പോൾ വലിയ സെലിബ്രിറ്റിയാണ്. ഇതിനെയൊക്കെയാണ് ദൈവനിയോഗം എന്ന് പറയുന്നത്. അതാ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് അനുവിന്റെയും അനീഷിന്റെയും ഫോട്ടോയൊക്കെ വെച്ചിട്ടാണ് പുള്ളിക്കാരി അത് ഇട്ടേക്കുന്നത്. അനുമോക്കും അനീഷിനും കിട്ടാത്ത അവസരങ്ങൾ എന്തുകൊണ്ട് രേണുവിന് കിട്ടുന്നു എന്നുള്ള ഒരു കാര്യമാണ് പുള്ളിക്കാരി ഇട്ടിരിക്കുന്നത്. എന്റെ പൊന്ന് കുഞ്ഞെ, നിങ്ങൾ രേണുവിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇവിടെ അനീഷിനോടും അനുവിനോടും ഒന്നും കമ്പയർ ചെയ്യാൻ കൊണ്ടുവരരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെയൊക്കെ സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവർ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കേ അവർ പോകാറുള്ളൂ. അല്ലാതെ അവർ പോകുന്നിടത്തെല്ലാം മൈക്കും പിടിച്ചുകൊണ്ട് വരുന്നു, മീഡിയയെ പിടിച്ചുകൊണ്ട് വരുന്നു, അതൊന്നും അവർ അംഗീകരിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അവർ അങ്ങനത്തെ ആൾക്കാരാണ്. അല്ലാതെ രേണുവിനെ പോലെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് അങ്ങോട്ട് കക്കൂസി പോവാണെങ്കിലും ഞാൻ കക്കൂസി പോവാണേ, വീഡിയോ കൊണ്ട് വായോ, ഞാൻ ചോറുണ്ണാൻ പോവാണേ, വീഡിയോ എടുത്തോണ്ട് വായോ, മൊബൈൽ കൊണ്ട് വായോ, ഫോട്ടോ എടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരല്ല അവർ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അവർ ഉദ്ഘാടനം ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അവിടെയൊക്കെ പോയിട്ടാണ് ഉദ്ഘാടനം ചെയ്യാറ്. അല്ലാതെ ഇതിന്റെ കൂട്ട് ചുമ്മാ അത് എവിടെങ്കിലും എന്തെങ്കിലും കാണുമ്പോൾ പോയി ഉദ്ഘാടനം ചെയ്യാറല്ല. ബാറിലൊന്നും പോയി അവർ പോയി ഉദ്ഘാടനം ചെയ്യത്തില്ല. അവർ കുറച്ചുകൂടെയൊക്കെ സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരായതുകൊണ്ട് അതിന് നിൽക്കത്തില്ല കേട്ടോ. അപ്പം അങ്ങ് അനുകൂലിച്ച് പറയുമ്പം ഒന്ന് സൂക്ഷിക്കണം. അതിൻ്റെ അകത്ത് വന്ന 2-3 കമന്റുകൾ ഞാൻ വായിച്ചേൽപ്പിക്കാം. അനുവും അനീഷും സ്റ്റാൻഡേർഡ് ഉള്ള ഷോപ്പുകൾ, പരിപാടികൾ എല്ലാം സെലക്ട് ചെയ്ത് നീങ്ങുന്നു. മറ്റവൾ നാട്ടിലെ സർവ ഡാഷ് പണിയും ഇരന്നു വാങ്ങുന്നു. വലിയ സെലിബ്രിറ്റിയോ ഊച്ചാളികളുടെ ബ്രാൻഡ് അംബാസിഡർ നക്കാപ്പീച്ച ഓടി നടന്ന് മേടിക്കുന്നു. ഇതാണോ ദൈവനിയോഗം എന്നാണ് ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ അടുത്തത്, അനുമോളും അനീഷും കുടുംബത്ത് പിറന്ന സ്റ്റാൻഡേർഡ് ആൾക്കാര്, അതേ കണക്കാണോ ഹീ ഡാഷ്, ഇവർക്ക് തുണി ഉരിഞ്ഞ് കാണിച്ചാലും പണമുണ്ടോ അതിന് ആൾക്കാർ വിളിക്കൂ അവളെ എന്നുള്ള ഒരു കമന്റ് ആണ്. അങ്ങനെ തുടങ്ങി നിരവധി കമന്റുകൾ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഇതിൻ്റെ അകത്ത് തന്നെ വേറൊരു വീഡിയോയുടെ ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോ എന്തിന് ഞാൻ കാണിച്ചു തരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് SP ബ്ലോഗ് എന്ന് പറയുന്ന ഒരു ബ്ലോഗർ ഇവരെ എന്താ പറയുക ഒരു ഇനോഗ്രേഷൻ വന്ന സമയത്ത് വീഡിയോ എടുത്തിട്ട് അവർ പറഞ്ഞിരുന്നു, നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ ഒന്നും അല്ല, അവരൊരു നേരിട്ട് കാണുമ്പോൾ അവർ ചെറുതാണ് എന്ന രീതിയിൽ അവരൊന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവരെ അന്ന് തേജോവധം ചെയ്തത് എന്നെ ബോഡി ഷെയിം ചെയ്യുന്നു എന്ന രീതിയിലൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് സോറിയൊക്കെ പറയിപ്പിച്ച ഒരാളാണ് രേണുസുതി. എന്നാൽ ഇപ്പൊ രേണു തന്നെ പറയുന്നു സ്വന്തം ശരീരത്തെക്കുറിച്ചും സ്വന്തം ആ ഒരു കാര്യത്തെക്കുറിച്ചും, അതായത് സ്വന്തം ശരീരത്തെക്കുറിച്ച് പുള്ളിക്കാരി തന്നെ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കി. അന്ന് എന്തായിരുന്നു പുകില്? ആ SP ബ്ലോഗ് പറഞ്ഞതിന് എന്തൊക്കെയായിരുന്നു പറഞ്ഞത്?
മേക്കപ്പ് ചെയ്തു. ഓക്കെ ഓക്കെ എല്ലാരും പറയുന്നത് രേണുസുതി എന്ന് പറഞ്ഞ വലിയ ആളായിട്ട് അറിയില്ല. ഇത്രേ ഉള്ളൂ എന്നാ ചോദിക്കുന്നത്. നേരിട്ട് ആള് കുഞ്ഞ് അതെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഫുൾ രൂപ ഞാൻ ചെരിപ്പിടട്ടെ. ശരി കേട്ടോ ആള് ഷർട്ട് കാണുമ്പോ വലിയ ആളെപ്പാട് തോന്നുന്നു. അതുകൊണ്ട് ഈ തെറി പറയുന്ന പറയുന്നത്. നേരിട്ട് കാണുമ്പോ തെറി പറയത്തില്ല. എന്താ ചെയ്യാൻ? കേട്ടല്ലോ, പുള്ളിക്കാരി തന്നെ പറയുന്നു എന്നെ പിന്നെ നേരിട്ട് കാണുമ്പോൾ ഇച്ചിരിയായിട്ടാ തോന്നുന്നതെന്ന്. ഇത് തന്നെയായിരുന്നു ആ SP ബ്ലോഗ് പറഞ്ഞത്. അല്ലാതെ അവർ വേറൊന്നും പറഞ്ഞില്ല. അവർ അല്ലാതെ ഈ മീഡിയകളിലൂടെയൊക്കെ കാണുമ്പോൾ എന്തോ വലിയ ആളെ പോലെ കാണും, നേരിട്ട് കാണുമ്പോൾ ചെറുതായിട്ട് കാണും, അങ്ങനെ കാണുന്നവരാരും തെറി വിളിക്കാൻ തോന്നത്തില്ല എന്ന രീതിയിലൊക്കെ അതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. അത് തന്നെയല്ലേ ആ പെങ്കൊച്ചും പറഞ്ഞത്. അപ്പൊ അതിനെ അങ്ങ് തെറിവിളി, അതിന് എന്തൊക്കെയാ പറഞ്ഞു, അതിന്റെ ഭർത്താവിനെ ചേർത്ത് വരെ ഇവർ പറഞ്ഞിരുന്നു. ഓക്കെ, ഇവർക്ക് സപ്പോർട്ടുമായിട്ട് പ്രിയങ്ക എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി എത്തിയിട്ടുണ്ട്. ആ പുള്ളിക്കാരി എന്തിന്റെ ഇതാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഊക്കലും ഉപദേശവും ഒന്നിച്ച് തന്നെ പുള്ളിക്കാരി കൊടുക്കുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കി. കൊല്ലം സുധിച്ചേട്ടന്റെ വൈഫ് രേണു സുധി കേൾക്കുന്നുണ്ട്. ആ വ്യക്തിയെ കുറിച്ച് ഒരുപാട് ട്രോളുകളും അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കമന്റ്സ് ഒരുപാട് വരുന്നുണ്ട്. ചേച്ചി അതിനെ കുറിച്ച് എന്താണ്? ഇത് അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണോ? സ്ത്രീകളെല്ലാവരും നല്ലവരാണെന്നല്ല, ചിലവർ മോശമായിട്ടുള്ളവരുണ്ട്, ചിലവരും നല്ലവരുമുണ്ട്. അപ്പോൾ അത് അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്. ഇതൊന്നും അവരുടെ ആരുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല. രേണു സുധി എന്ന് പറയുന്ന കുട്ടി ചെയ്യുന്ന വീൽസും അത് ഇതൊക്കെ നമ്മളൊക്കെ കാണുന്നത് തന്നെയാ. അവരവര് വഴിക്ക് വിട്. പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. അവരിപ്പോ എന്തവസ്ഥയിലായി? ആരുടെ മുമ്പിൽ കൈ നീട്ടാതെയും വേറെ രീതിയിലും പോവാതെ അവർ കാശുണ്ടാക്കി ഓരോ റീൽസും ചെയ്ത് കാശുണ്ടാക്കി. നമുക്കെന്താ ഇതിനഭിപ്രായം? അവരവരുടെ പാട്ടിന് വിട്. അവർ ചെയ്യുന്ന ജോലി അവർ ചെയ്യട്ടെ. ഞാൻ ചെയ്യുന്ന നിലപാട് ഞാൻ നടക്കും. ഇതൊക്കെ നമ്മുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായങ്ങളാ. അതൊന്നും അവര് ജോലി ചെയ്തു പോകുന്നതിനോ അവര് ജീവിച്ചു പോകുന്നതിനോ ഇവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ല. ഇവർ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇവർ കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ, അത് മാത്രമല്ല ഇവരെ സഹായിച്ചവരെ ഇവർ വലിച്ചു കീറിയത്, ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളിപ്പോ വലിയ എന്താ പറയാ, രേണു സുധിക്ക് സപ്പോർട്ടായിട്ട് അങ്ങനത്തെ ഒരു വർത്തമാനം പറയുമ്പോൾ നിങ്ങൾ അവരുടെ റീൽസ് മാത്രമല്ല കണ്ടിട്ടുള്ളൂ. അവർ അവിടെ കാണിക്കുന്ന റീൽസിന് പാട്ടിനൊത്ത് ഡാട്ടമാടുന്നത് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളല്ലോ. പക്ഷെ ഇവര് സഹായം ചെയ്തവരെ പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടിട്ടില്ലയോ? അതൊക്കെ ഒന്ന് കേക്ക്, അവരെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക, എന്നിട്ട് പറ. നിങ്ങൾ എല്ലാ കാര്യത്തിലും ഇങ്ങനെ പ്രതികരിക്കുന്ന ഒരാളാണ്, പക്ഷേ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ചത് തെറ്റിപ്പോയെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ബാക്കി ആർക്കും തടസ്സം നിൽക്കാൻ യാതൊരു അധികാരവും ആർക്കും ഇല്ല. അത് അവര് ചെയ്തോട്ടെ. പലരും പലതും പറയും. എന്നൊരു കാര്യം ചെയ്യട്ടെ, ഈ പറയുന്ന ആൾക്കാരെല്ലാം രേണു സുധിക്കും എല്ലാ മാസവും ഒരു 5 ലക്ഷം 2 ലക്ഷം വെച്ച് അങ്ങ് കൊടുക്കട്ടെ. രേണു സുധി വീട്ടിലിരിക്കട്ടെ. എന്തിനും ഞങ്ങൾ കൊടുക്കണേ? ഇതുവരെയായിട്ട് ആൾക്കാർ കൊടുത്തത് കൊണ്ടല്ലേ അവർ നിന്നത്. ഇനി എന്തിനു കൊടുക്കണം? അവർക്ക് തണ്ടും തടിയൊക്കെ ഇല്ലേ? അവർ ജോലി ചെയ്ത് ജീവിക്കട്ടെ. അവർ ജോലി ചെയ്ത് ജീവിക്കുന്നതിന് ഇവിടെ ആരും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. അവർക്ക് സഹായം ചെയ്തവരെ അവർ തെറി വിളിക്കുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് നന്ദിയില്ലാത്തവരാണ്. അത് മാത്രവുമല്ല, അവർ ഈ സോഷ്യൽ മീഡിയയെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് വിമർശിക്കപ്പെടുന്നത്. നിങ്ങൾ എന്ത് അറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കിപ്പോ എന്ത് പറയുക, അവരെ സപ്പോർട്ട് ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ, സപ്പോർട്ട് ചെയ്യേണ്ടതൊന്നും പറയുന്നില്ല. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ചെയ്യാൻ. പിന്നെ നാളെ നിങ്ങളും മാറ്റി പറയരുത്. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഓക്കെ, ബാക്കി എന്താ നല്ലതല്ലേ? പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല, ഒരാളും ചെയ്യില്ല. അപ്പൊ അവര് ഞാൻ പറയുന്ന തെറ്റായ രീതിയിലല്ലാത്ത രീതിയിൽ പിന്നെ നമ്മൾ ഒരു ഭർത്താവ് മരിച്ച ഒരാളാണ്, എല്ലാം ശരി തന്നെ. എൻ്റെ അഭിപ്രായത്തിൽ മറ്റുള്ളവരെയും കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. നമ്മുടെ സമൂഹത്തിൽ കുറേ നെഗറ്റീവ് കേൾക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് എൻ്റെ അഭിപ്രായമാണ്, വേറെ ആരുടെയല്ല. ഞാൻ എന്ത് ഡ്രസ്സ് ഇടുന്നു, ഞാൻ എന്ത് ഇടുന്നു ഞാൻ തീരുമാനിക്കണം. പക്ഷേ അത് സമൂഹത്തിൽ നടക്കുന്ന ഞാൻ അറിയപ്പെടുന്ന ഒരാളാകുമ്പോൾ ഞാൻ അത് കുറച്ച് അച്ചടക്കം പാലിക്കണമെന്ന് തീരുമാനിച്ച ആളാണ് ഞാൻ. അതെൻ്റെ അഭിപ്രായമാണ്. ഞാൻ എൻ്റെ അഭിപ്രായമായിട്ട് മുന്നോട്ട് പോകും. ഓരോരുത്തരും ഓരോ വഴിക്ക് അവരുടേതായ രീതിയിൽ പോകുന്നതിന് എനിക്കൊരു തടസ്സവും പറയാൻ ഞാൻ ആളല്ല. അവർക്ക് ജീവിക്കണ്ടേ? ഞാൻ പറഞ്ഞ അവരെന്തായാലും ഐശ്വര്യയുടെ അത്രയും ഭംഗിയുള്ള ആളല്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കൊക്കെ അറിയാം. അവരവരുടെ കഴിവിന്റെ ഒരു പരിധി വെച്ച് അവർ അത്രത്തോളം നേടിയെടുക്കുന്നില്ലേ? ഇതിപ്പോ കൊള്ളാം. ഇപ്പൊ ഉപദേശവും ഊക്കലും ഒന്നിച്ചായെന്ന് പറഞ്ഞ അവസ്ഥയാണ്. ചേച്ചി ആദ്യം സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു, ഇപ്പൊ പറയുന്നത് വേണ്ട, ഡ്രസ്സിങ് കറക്റ്റായിട്ട് നീ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് ശരിയല്ല. പിന്നെ വിധവയാന്നൊക്കെ പറയും, എങ്കിലും മാന്യമായിട്ടൊക്കെ നടക്കണം എന്ന രീതിയിലും പുള്ളിക്കാരി പറയുന്നുണ്ട്. അപ്പം ആരാണ് ആ പുള്ളിക്കാരിയെ ഉപദേശിച്ചത്? ആരാണ്? അവരെ കുറ്റം പറഞ്ഞത് ആരാണ്? നിങ്ങളാണ്. നിങ്ങൾ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവരെ കുറ്റം പറഞ്ഞു അല്ലേ? സത്യമല്ലേ? അപ്പൊ നിങ്ങൾക്കും തോന്നി എന്താ, അവർ ഈ പറയുന്ന ഇങ്ങനത്തെ ഉള്ള ഡ്രസ്സ് ഇടുന്നതും ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള റീൽസ് ഇടുന്നതൊന്നും നല്ലതല്ല എന്ന് നിങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായമാണെന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്നു. കൂടെ നിങ്ങൾ പറയുന്നു ഇവരെ വിമർശിക്കുന്നവർ കൊണ്ട് അവർക്ക് ചെലവിന് കൊടുക്കട്ടെ എന്ന്. ഇത് പലരും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ അണ്ടിയോട് എടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു പുളി അറിയത്തുള്ളൂ. അത് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ പ്രിയങ്ക പറഞ്ഞു തുടങ്ങി തീർന്നില്ല, അതിനിപ്പുറം തന്നെ മാറ്റി പറഞ്ഞു. ആദ്യം ഉപദേശമായിരുന്നെങ്കിൽ പിന്നെ ഊക്കലായിരുന്നു. ആ ഒരു അവസ്ഥയാണ് അവിടെ നമ്മൾ കണ്ടത്. പിന്നെ ഈ പറയുന്ന രേണുവിനെ ബിഗ് ബോസിലുണ്ടായിരുന്ന അനീഷും അനുമോളുമായിട്ടൊന്നും കമ്പയർ ചെയ്തുകൊണ്ട് പോകരുത് കേട്ടോ. നിങ്ങൾ കൂട്ടുകാരികളൊക്കെ ആയിരിക്കാം, പക്ഷേ
അവരുമായിട്ടൊന്നും കമ്പയർ ചെയ്തുകൊണ്ട് പോകരുത്. അവർക്ക് പ്രോഗ്രാം ഇല്ല, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള ഇനോഗ്രേഷൻ കിട്ടുന്നില്ല എന്നൊന്നും പറയരുത്. അവർക്ക് കിട്ടുന്നുണ്ട്. അവർ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഉള്ളവരായതുകൊണ്ട് തന്നെ അവർക്ക് സ്റ്റാൻഡേർഡ് ഉള്ളതേ കിട്ടത്തുള്ളൂ, അല്ലാതെ ഇതുപോലെ ഉള്ളത് കിട്ടത്തില്ല. അവർ പോയി ഒരു ബാറിന്റെയും അംബാസിഡർ ആകത്തില്ല. അവർ ഈ പറയുന്ന പോലെ കോട്ടയത്തെ അച്ചായത്തിമാരാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവരാരും വെള്ളം അടിച്ചുകൊണ്ട് അവിടെ കിടക്കത്തില്ല കേട്ടോ. അവർക്കൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ നോക്കിയും കണ്ടുമൊക്കെയാണ് ഉദ്ഘാടനത്തിനൊക്കെ പോകുന്നത്. ഒന്ന് കയറി നോക്കിയാൽ അറിയാം അനീഷിന് ഉദ്ഘാടനം ഉണ്ടോയെന്നും അനീഷ് ചെയ്യുന്ന പ്രോഗ്രാം എങ്ങനത്തെയാണെന്നും. സ്കൂളിലെയൊക്കെ പ്രോഗ്രാമുകളൊക്കെയാണ് അനീഷ് ചെയ്യുന്നത്, കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അനുമോളാണെങ്കിൽ അതിനെക്കാട്ടും നല്ല പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിരുന്നിട്ട് ഈ പറയുന്ന രേണുവിനെ സുഖിപ്പിക്കാൻ വേണ്ടി, അല്ലെ രേണുവിനെ പൊക്കി കാണിക്കാൻ വേണ്ടി ഇവരെ ഒന്നും കമ്പയർ ചെയ്ത് പറയരുത് കേട്ടോ. നിങ്ങൾ വേണേൽ നിങ്ങളുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് പറഞ്ഞു, അതൊക്കെയാണ് നല്ലത്. അല്ലാതെ അനീഷിനെയും അനുവിനെയും ഒന്നും ഇതിന്റെ ഭാഗത്തോട്ട് അടുപ്പിക്കരുത്. അവർ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് കൂടിയതായതുകൊണ്ട് തന്നെ പറയരുതേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുന്നത്. എന്താണ് പ്രേക്ഷകരെ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റേ കമന്റ് അടുത്തൊരു വീഡിയോ കാണുന്നതിരിക്കും എല്ലാവർക്കും.